Hello, welcome to Voyage of Creativity. Let's creating something beautiful today. ഇന്നെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ രണ്ട് കല്ലുകളിൽ രണ്ട് പെയിൻറ്റിങ്സ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ദ വീഡിയോ. ഈ കുട്ടി സ്റ്റോണിൽ ഫസ്റ്റ് നമുക്കൊരു കുട്ടി ബട്ടർഫ്ലൈനെ ചെയ്യാം. ആദ്യം തന്നെ സ്റ്റോണിൽ വൈറ്റ് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനിത് ഒരു പ്രാവശ്യം അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ഫിനിഷിങ് കിട്ടാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം അപ്പുറത്തെ വശം അടിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. പെയിൻറ്റ് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അതിൽ നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത്, എന്താണോ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വരച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് റഫായിട്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ പെൻസിൽ ബ്രഷ് കൊണ്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുകയോ ചെയ്യാം. എനിക്ക് ആദ്യം തന്നെ ബട്ടർഫ്ലൈനെ ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ ബട്ടർഫ്ലൈനെ ഡയറക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്. വരയ്ക്കാൻ വേണ്ടി ഞാനൊരു പെൻസിൽ ബ്രഷും അതുപോലെ തന്നെ ബ്ലാക്ക് കളറ് പെയിൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അത്ര നല്ലപോലെ വരയ്ക്കുന്ന ഒരാളല്ല, പക്ഷേ വരയ്ക്കാൻ ഇഷ്ടമാണ്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ വരച്ചു തുടങ്ങുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ബട്ടർഫ്ലൈ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ബട്ടർഫ്ലൈ. അതുകൊണ്ട് തന്നെയാണ് ബട്ടർഫ്ലൈനെ ഞാൻ ചൂസ് ചെയ്തതും. ഇപ്പോൾ ഞാൻ ബട്ടർഫ്ലൈക്ക് ഡീറ്റെയിലിങ് കൊടുക്കുകയാണ്. തിക്നെസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ തിക്നെസ് കൊടുത്ത് ഒന്നും കൂടെ ബട്ടർഫ്ലൈനെ അടിപൊളിയാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് അത് വെച്ച് നമുക്കതിനെ പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് റെഡാണ്. റെഡ് കളറ് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് വെച്ച് അതിൻ്റെ സൈഡിൽ ഒരു ഡിസൈൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ബ്ലാക്ക് കളർ വെച്ച് ഒന്ന് ബോർഡറൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ആ ബോർഡറിൽ വൈറ്റ് ഡോട്ട്സും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ഇതിന് ശേഷം എൻ്റെ തോട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി എന്ത് ചെയ്യണം, കൂടുതലായിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് എൻ്റെ കൺമുന്നിൽ ഒരു പച്ച പെയിൻറ്റ് പെട്ടത്. അതുകൊണ്ട് ആ പച്ച പെയിൻറ്റ് വെച്ച് ഞാനൊരു പുൽമേടങ്ങ് സെറ്റ് ചെയ്തു. വരച്ച് കൊളാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആദ്യമേ തുടങ്ങിയപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ പകുതിയായപ്പം അതെവിടെയോ പോയ പോലെ. കാരണം ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയില്ല, ഇതെങ്ങനെ കംപ്ലീറ്റ് ആക്കുമെന്നറിയില്ല. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ആ വിശ്വാസത്തിൽ നല്ലപോലെ പെയിൻ്റ് അടിച്ചു. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഗ്രീൻ പെയിൻ്റ് അടിച്ചു. ഹാഫ് പോർഷൻ ഈ ഗ്രീൻ കളറും അപ്പർ ഹാഫ് പോർഷൻ ഈ ഗ്രീൻ കളറിലേക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റ് കൂടി ഒഴിച്ച് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് ഞാൻ പെയിൻറ്റ് ചെയ്തത്. ഇത്രയൊക്കെ ചെയ്തിട്ട് മതിയാവാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൂ കൂടി വരച്ചു. അതിനായിട്ട് വൈറ്റ് പെയിൻ്റ് എടുത്ത് 4 പെറ്റൽസ് വരച്ചിട്ട് സെൻറ്ററിലായിട്ട് യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഇത്രയൊക്കെ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയൊരു സംഭവം ഇവിടം വരെ എത്തിച്ചല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ. ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. സോ ഉള്ളത് വെച്ച് ഞാനൊരു കുട്ടി വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം സ്റ്റോണിൽ വൈറ്റ് പെയിൻറ്റ് വെച്ച് കളർ ചെയ്ത് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനെ വരച്ചു കൊടുക്കുക. ഞാനിതിൽ വരയ്ക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ആർച്ചും അതിൻ്റെ മുകളിലായിട്ട് ഒരു ബൊഗൈൻവില്ല വരുന്നത് പോലെയുള്ള ഒരു ചിത്രമാണ്.
ആർച്ചിന് ഞാൻ ഡാർക്ക് ബ്രൗൺ കളറാണ് കൊടുത്തേക്കണേ. ട്രീക്ക് ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ഒരു ഡ്രോപ്പ് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫുള്ള് ട്രീക്ക് കളർ ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സ് ചെയ്യാണ്. ഫ്ലവേഴ്സും ലീവ്സും. അപ്പോൾ ഫ്ലവേഴ്സിന് വേണ്ടി റെഡ് കളറും ഒരു ലൈറ്റ് റോസ് കളറുമാണ് ചൂസ് ചെയ്തത്. ദെൻ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിന് പകരം ഒരു ബേസ് കളറിലേക്ക് മാറ്റി. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. എൻ്റെ 2 കുട്ടി പെയിൻറ്റിങ്ങും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വരയ്ക്കാൻ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. If you like my video, please do like, share, comment and subscribe my channel. Thank you.